വന്നവരും വരുന്നവരും. അതായത് കഴിഞ്ഞ മാസം നവംബറിൽ ഓൾറെഡി ലോഞ്ച് ചെയ്ത ഫോണുകളും ഇനി ഡിസംബറിൽ വരാൻ പോകുന്ന ഫോണുകളുണ്ടല്ലോ, അതിനൊക്കെ ഒന്ന് ചെറിയ രീതിക്ക് പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. നമ്മളെല്ലാ മാസത്തിന്റെയും തുടക്കത്തിൽ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാറുണ്ട്. സോ വലിച്ചു നീട്ടുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്കറിയാം, കഴിഞ്ഞ മാസം ചൈനയിൽ ഒരുവിധം എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി സാംസങ്ങിന്റെ ഫോണുകൾ മാത്രമാണ് ഇന്ത്യ അടക്കം ചൈന അടക്കം ഗ്ലോബലി ലോഞ്ച് ചെയ്യാനായിട്ട് ബാക്കി നിൽക്കുന്നത്. ഇപ്പോൾ ഈ മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ ഒരു സെമി പ്രീമിയം ഫോണുകൾ അല്ലെങ്കിൽ സെമി ഫ്ലാഗ്ഷിപ്പ് സീരീസ് ഫോണുകൾ ഒരുപാട് വരാനായിട്ട് പോകുന്നുണ്ട്. അതിപ്പോൾ ഓപ്പോയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ റെനോ സീരീസുകൾ, ഐക്യൂന്റെ സൈഡിൽ നിന്നുള്ള നിയോ 10 സീരീസുകൾ, റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള നിയോ 7 സീരീസ് ഫോണുകൾ, ഹോണറിന്റെ സൈഡിൽ നിന്നുള്ള 300 സീരീസ് ഫോണുകൾ, അതേപോലെ റെഡ്മിയുടെ സൈഡിൽ നിന്ന് K80 സീരീസ് ഫോണുകൾ, OnePlusന്റെ സൈഡിൽ നിന്ന് 85 സീരീസ് ഫോണുകളൊക്കെ ഈ മാസം ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 20,000 മുതൽ 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഫോൺ എടുക്കാനായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഈ ഫോണുകൾ, ഈ പറഞ്ഞ മോഡൽ ഫോണുകളെല്ലാം നമുക്ക് ഇന്ത്യയിൽ ഏകദേശം ജനുവരി മുതൽ അല്ലെങ്കിൽ ഒരു ഫെബ്രുവരിയോട് കൂടിയിട്ടൊക്കെ നമുക്ക് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം. ഡിസംബർ മാസത്തിൽ ഇന്ത്യയിൽ വരാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് ഐക്യൂന്റെ സൈഡിൽ നിന്നുള്ള iQOO 13 എന്ന് പറയുന്ന മോഡലാണ്. നമുക്കറിയാം, സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറയുന്ന ആ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ വെച്ച് വരുന്ന ഇന്ത്യയിലോട്ട് വരുന്ന രണ്ടാമത്തെ ഫോണാണ് iQOO 13 എന്ന് പറയുന്നത്. അതുകൂടാതെ BOE എന്ന് പറയുന്ന കമ്പനിയുടെ ലേറ്റസ്റ്റ് ജനറേഷൻ ഡിസ്പ്ലേ പാനലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് Q2 ചിപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു എക്സ്പെക്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് 55,000 രൂപ മുതൽ 60,000 രൂപയാണ്. അതേപോലെ ഒരുപാട് ആളുകൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സീരീസാണ് വിവോയുടെ സൈഡിൽ നിന്നുള്ള X സീരീസുകൾ. അതിൽ നിന്ന് ഈ X200 സീരീസ് ഫോണുകളാണ് ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. കമ്മിങ് സൂൺ എന്ന് പറയുന്ന ടീസർ ഓൾറെഡി വിവോ ഇന്ത്യൻ വെബ്സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 2 മോഡലുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, വിവോ X200 ആൻഡ് X200 Pro എന്ന് പറയുന്ന 2 വേരിയന്റുകൾ. ഇനി ചൈനയിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ X200 Pro മിനി എന്ന് പറയുന്ന ഒരു അഡീഷണൽ വേരിയന്റും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മിനി വേർഷൻ ഔട്ട്സൈഡ് ചൈനയ്ക്ക് പുറത്തോട്ട് കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാണെന്ന് പറയുന്നത്. എനിവേ ഈ 3 ഫോണുകളെയും, അതായത് X200 സീരീസ് ഫോണുകളെ എല്ലാത്തിനെയും പവർ അപ്പ് ചെയ്യുന്നത് മീഡിയടെക്കിന്റെ സൈഡിൽ നിന്നുള്ള Dimensity 9400 എന്ന് പറയുന്ന അവരുടെ ഈ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ തന്നെയാണ്. പിന്നെ ഈ ഫോണുകൾ X സീരീസ് ഫോണുകളെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ക്യാമറയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഫോണുകളാണ് വരാറ്. ഈ വർഷം വീഡിയോഗ്രാഫിക്കും കുറേ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വീഡിയോ ഔട്ട്പുട്ട്, ഫോട്ടോ ഔട്ട്പുട്ടൊക്കെ നമുക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. എനിവേ ഈ ഒരു X200 എന്ന് പറയുന്ന ഫോണിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 60,000 രൂപ മുതൽ 70,000 രൂപ വരെയാണ്. X200 Pro എന്ന് പറയുന്ന മോഡലിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം 90,000 രൂപ മുതൽ 1,10,000 രൂപ, ആ ഒരു പ്രൈസ് റേഞ്ചിന്റെ ഇടയിലായിരിക്കും എന്നാണ് പറയുന്നത്. സോ എന്നാണ് വരിക എന്നുള്ള ഡേറ്റ് കൺഫേം ആയിട്ടില്ല. എന്തായാലും ഡിസംബർ മാസത്തിൽ തന്നെ X200 സീരീസ് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. അതേപോലെ പ്രത്യേക ഒരു ഫാൻ ബേസ് ഉള്ള സീരീസ് ആണ് റെഡ്മി നോട്ട് സീരീസ് ഫോണുകൾ. ഷവോമിയുടെ അണ്ടറിൽ വരുന്ന റെഡ്മി നോട്ട് സീരീസ് ഫോണുകൾ. ഡിസംബർ 9 റെഡ്മി നോട്ട് 14 സീരീസ് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അത് കൺഫേംഡ് ആണ് കേട്ടോ. എന്തായാലും 3 മോഡൽ ഫോണുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. റെഡ്മി നോട്ട് 14, നോട്ട് 14 Pro, നോട്ട് 14 Pro Plus എന്ന് പറയുന്ന 3 വേരിയന്റുകൾ. ഈ ഫോണുകൾ ഓൾറെഡി സെപ്റ്റംബർ മാസത്തിൽ ചൈനയിൽ ലോഞ്ച് ചെയ്തതാണ്, ഇപ്പോഴാണ് ഇന്ത്യയിലോട്ട് വരുന്നത്. എനിവേ ഈ ഒരു റെഡ്മി നോട്ട് 14 എന്ന് പറയുന്ന ഫോണിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന OLED ഡിസ്പ്ലേ പാനലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 50 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോണിൽ 5110 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ചൈനീസ് വേരിയന്റിന്റെ പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 17,000 18,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരാനാണ് സാധ്യത കൂടുതൽ. ഈ ഒരു റെഡ്മി നോട്ട് 14 സീരീസ് ഫോണുകളിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി ആയിട്ട് കണക്കാക്കുന്ന ഷവോമി റെഡ്മി നോട്ട് 14 Pro എന്ന് പറയുന്ന മോഡൽ ഉണ്ടല്ലോ, അതിനെ പവർ അപ്പ് ചെയ്യുന്നത് Dimensity 7300 Ultra എന്ന് പറയുന്ന പ്രോസസ്സറാണ്. നമുക്ക് അവിടെ 6.67 ഇഞ്ച് വരുന്ന MOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 50 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ, അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് റിയർ ക്യാമറ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 20 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5500 mAh ബാറ്ററിക്ക് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഏകദേശം 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു റെഡ്മി നോട്ട് 14 Pro എന്ന് പറയുന്ന ഫോണിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി റെഡ്മി നോട്ട് 14
14 സീരീസിലെ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയിട്ടുള്ള നോട്ട് 14 പ്രോ പ്ലസ് എന്ന് പറയുന്ന മോഡൽ ഉണ്ടല്ലോ, ആ ഒരു വേരിയന്റ് അത് അത്ര നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 32-33 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇതിന്റെ വില വരാനായിട്ട് പോകുന്നത്. എനിവേ ഇവിടെ ഇതിന്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സൽ പ്ലസ് 50 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. 20 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 6200 mAh ബാറ്ററിക്ക് 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിവേ ഇതൊക്കെ മാറ്റി നിർത്തി, ഈ സ്പെക്ക് കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഒരുപാട് AI ഫീച്ചേഴ്സും ഈ എല്ലാ മോഡലുകളിലും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഡിസംബർ 9 ഷവോമി റെഡ്മി നോട്ട് 14 സീരീസ് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മോട്ടറോള G75 എന്ന് പറയുന്ന മോഡലും ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ മാസവും അതിന് മുന്നത്തെ മാസം കാര്യമായിട്ടുള്ള ഫോണുകളൊന്നും മോട്ടറോളയുടെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. സോ മോട്ടറോളയുടെ G സീരീസ് ഫോണുകളിൽ എന്തായാലും ഒരു ഫോൺ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് മിക്കവാറും മോട്ടറോള G75 എന്ന് പറയുന്ന മോഡൽ തന്നെയായിരിക്കും. അതേപോലെ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് 2 മോഡൽ ഫോണുകൾ ഈ മാസം ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ A സീരീസിൽ വരുന്ന A26ഉം A56 എന്ന് പറയുന്ന 2 മോഡലുകളാണ്. ഇപ്പോൾ ഈ ഒരു A സീരീസ് ഫോണുകളിൽ ഈ ഒരു A26, A56 എന്ന് പറയുന്ന മോഡലുകൾ നോക്കുകയാണെങ്കിൽ 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു മോഡൽ വരാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് അവരുടെ A സീരീസ് ഫോണുകളിൽ ഇത്തരം ഒരു 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, നല്ലപോലെ കൂടി നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇതൊരു ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടുള്ള ഫോണുകളാണ്, നമുക്ക് ഷോപ്പിൽ നിന്ന് കൂടുതൽ വാങ്ങാൻ പറ്റുന്ന ഒരു മോഡലായിട്ടാണ് ഇത് നിൽക്കുന്നത്. എന്തായാലും ഇതിന്റെ ഡിസൈനിലേക്ക് വരികയെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ സാംസങ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ഡോട്ട് ടൈപ്പ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ അല്ല, പകരം ഒരു ഷെൽഫിന്റെ ഉള്ളിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള രീതിക്കാണ് ഇതിന്റെ ക്യാമറ മൊഡ്യൂൾ വന്നിട്ടുള്ളത്. എന്തായാലും ഈ A സീരീസിൽ 2 മോഡൽ ഫോണുകൾ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ടെക്നോയുടെ സൈഡിൽ നിന്ന് 2 വില കുറഞ്ഞ ഫോൾഡ് ഫോണുകളും ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അവരുടെ ഫാൻഡം സീരീസിൽ ടെക്നോ ഫാൻഡം V Fold 2, V Flip 2 എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇത് വരും എന്ന് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ വന്നില്ല. എന്തായാലും ഈ ഒരു മാസത്തിൽ തന്നെ ഈ 2 മോഡൽ ഫോണുകൾ ടെക്നോ ഫാൻഡം V Fold 2, V Flip 2 എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകളും ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ഫോണുകളാണ് ഈ ഒരു മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വാല്യൂ ഫോർ മണി ഫോണുകൾ, അല്ലെങ്കിൽ ഒരു 20,000 രൂപ മുതൽ 40,000 രൂപ പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന ഫോണുകളൊക്കെ ചൈനയിൽ ഈ മാസം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല സ്പെക്കും നല്ല പ്രൈസിലും വരുന്ന ഫോണുകളാണ് കേട്ടോ. സോ നമുക്ക് ജനുവരി ഫെബ്രുവരിയോട് കൂടിയിട്ട് ആ ഫോണുകൾ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെറ്റർ വെയിറ്റ് ചെയ്ത് ആ ഫോണുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അങ്ങനെയൊക്കെയാണ് വരുന്നവരുടെ കാര്യം നിൽക്കുന്നത്. ഇനി വന്നവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറയുന്ന ആ ഒരു പവർഫുൾ ചിപ്സെറ്റ് വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വന്ന റിയൽമി GT7 Pro എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ മാസമാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. 56,999 രൂപയ്ക്കാണ് ഇപ്പോൾ ആമസോണിൽ ആ ഒരു ഫോൺ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നോർമൽ പ്രൈസ് വരുന്നത് 60,000 രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ലോഞ്ചിങ് ഓഫറൊക്കെ ആയിട്ടാണ് ഈ ഒരു 5,000-6,000 രൂപയൊക്കെ ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത്. എനിവേ ഈ ഒരു ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാതിരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അതിന്റെ സെൽഫി ക്യാമറ ഔട്ട്പുട്ടാണ്. കാരണം നമുക്കിവിടെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകൾക്ക് വരെ 4K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറയുന്ന അത്രയും കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ്സർ വെച്ച് വരുന്ന, അതും 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ സെൽഫിയിൽ നമുക്ക് 4K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായി പോയി. നമ്മളൊക്കെ പൊട്ടന്മാരാക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഫോൺ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രധാന ആവശ്യം ഗെയിം കളിക്കുക എന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഫൈൻഡ് X സീരീസിൽ 2 മോഡൽ ഫോണുകൾ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഫൈൻഡ് X സീരീസ് ഫോണുകളിൽ ഓപ്പോ ഇന്ത്യയിൽ ഫോണുകൾ ഇറക്കുന്നത്. 2 മോഡൽ ഫോണുകളാണ് വന്നത്, ഓപ്പോ ഫൈൻഡ് X 8 ആൻഡ് 8 Pro എന്ന് പറയുന്ന വേരിയന്റുകൾ. എനിവേ ഒരുപാട് AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ Dimensity 9400 എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത്. ക്യാമറ കാര്യങ്ങളൊക്കെ ടോപ്പ് ഇൻ ക്ലാസ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എനിവേ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് ഒപ്പോ ഫൈൻഡ് X 8 എന്ന് പറയുന്ന മോഡലിന്റെ വില വരുന്നത് 69,999 രൂപ. അതുപോലെ പ്രോ വേരിയന്റിന് ഫൈൻഡ് X 8 Pro എന്ന് പറയുന്ന വേരിയന്റിന് 99,999 രൂപ. 1,00,000 രൂപയ്ക്ക് 1 രൂപ കുറയും. അങ്ങനെയാണ് അതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ബഡ്ജറ്റ് റേഞ്ചിൽ വിവോയുടെ സൈഡിൽ നിന്ന് വിവോ Y18T എന്ന് പറയുന്ന ഒരു മോഡൽ ഫോണും കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ Y സീരീസുകളൊക്കെ മെയിൻലി ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ട് വരുന്ന മോഡലുകളാണ്, അതുകൊണ്ട് തന്നെ വിലയും കൂടുതലായിരിക്കും. ഇനി ഇതൊരു 4G സിം ആണ്, ഇവിടെ 5G നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല.
ഫ്ലിപ്കാർട്ടിൽ ഇതിന്റെ പ്രൈസ് കണ്ടപ്പോൾ 9500 രൂപയായിരുന്നു. ഷോപ്പിൽ പോവുകയാണെങ്കിൽ ഇതിനേക്കാൾ കുറവ് വരാനോ എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. എന്തായാലും വിവോയുടെ സൈഡിൽ നിന്ന് Y18T എന്ന് പറയുന്ന മോഡൽ 9500 രൂപയ്ക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വില കുറഞ്ഞ ആൻഡ്രോയിഡ് ഫോൺ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടെക്നോയുടെ സൈഡിൽ നിന്ന് പോപ്പ് 9 എന്ന് പറയുന്ന ഒരു 4G ഫോണും കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 6499 രൂപ, 6500 രൂപയ്ക്കാണ് ഇത് ആമസോണിൽ സെല് ചെയ്യുന്നത്. സോ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഫോണുകൾ ഒരു 1000-2000 ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവൈലബിൾ ആണ്. എന്തായാലും ടെക്നോയുടെ സൈഡിൽ നിന്ന് പോപ്പ് 9 എന്ന് പറയുന്ന ഒരു മോഡൽ 6500 രൂപയ്ക്ക് ആമസോണിൽ നിന്ന് ഇപ്പോൾ വാങ്ങാനായിട്ട് സാധിക്കും. HMD എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന്, അതായത് പണ്ടത്തെ നോക്കിയ ഉണ്ടല്ലോ, അവരുടെ സൈഡിൽ നിന്ന് HMD ഫ്യൂഷൻ എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ 108 മെഗാപിക്സലിന്റെ റിയർ ക്യാമറ, 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, അതുപോലെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവറപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ 90 Hz LCD ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു സ്പെക്ക് വരുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് 15999 രൂപയ്ക്കാണ്, അതായത് 16000 രൂപയ്ക്കാണ് ലോഞ്ചിങ് പ്രൈസ് അവർ ഇട്ടിരിക്കുന്നത്. അത് ലോഞ്ചിങ് ഓഫർ പ്രൈസ് ആണ് കേട്ടോ. ആ ഒരു പ്രൈസിന് 6000 രൂപ വില വരുന്ന അഡീഷണൽ കൺസോൾ കിറ്റ് നമുക്ക് കിട്ടുന്നതാണ് ഓഫറിൽ പറയുന്നത്. അതായത് ഒരു ജോയ്സ്റ്റിക്ക് അടങ്ങുന്ന ഒരു കിറ്റ്, പിന്നെ ഫ്ലാഷ് ലൈറ്റ് വരുന്ന ഒരു അഡീഷണൽ കിറ്റ്, അങ്ങനെ മൊത്തത്തിൽ ഒരു 6000 രൂപ വരെ വരുന്ന ഒരു അഡീഷണൽ കിറ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. എനിക്കിതൊന്ന് വാങ്ങി റിവ്യൂ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന് പറയുന്ന പുതിയ പ്രോസസ്സർ വെച്ചുകൊണ്ട് Redmi A4 എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 8500 രൂപ മുതലാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. ആമസോൺ വഴിയാണ് നമുക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുക. 128 GB ഇന്റർണൽ മെമ്മറി ആണെന്നുണ്ടെങ്കിൽ 9500 രൂപയാണ് പ്രൈസ് വരുന്നത്. എന്തായാലും ഇതിന്റെ കാര്യം ഞാനൊന്ന് ഉപയോഗിച്ചിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. അപ്പോൾ അത്രയും ഫോണുകളാണ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടുക. അതേപോലെ ഞാൻ ഏതെങ്കിലും ഫോണുകൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. വേറെ എന്താ, അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.